കിച്ചുവിന്റെ പിറകെ പോവണ്ട, പോവരുത്, പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചുവിന്റെ പിറകെ പോയാൽ എനി വൺ, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ യു ആൾ. ഓക്കെ, അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. രേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ. രേണുവിന് അറിയുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ തുറന്നു പറയുക, അല്ലെങ്കിൽ 8ന്റെ പണി കിട്ടുമെന്നാണ് റോഹിജാൻ പറയുന്നത്. അതുപോലെ തന്നെ ബിഷപ്പിനെതിരെയും കൃത്യമായിട്ട് റോഹിജാൻ പറഞ്ഞിട്ടുണ്ട്. ബിഷപ്പ് ഇപ്പൊ കാണിച്ചു കൂട്ടുന്നത് ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നും ഒരു ബിഷപ്പിന് ഒത്ത കാര്യങ്ങളല്ല ചെയ്യുന്നതെന്നാ പറയുന്നത്. ആളുകളുടെ വിഷമം കാണുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നതും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ മറ്റുള്ള ആളുകളെ ചവിട്ടി താഴ്ത്താൻ കൂട്ടു നിൽക്കുന്നതും വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്നതും ഒരിക്കലും ഒരു ബിഷപ്പിന് പറഞ്ഞ പണിയല്ല എന്നാണ് റൂഹിജാൻ പറയുന്നത്. നമുക്ക് വാക്കുകൾ മുഴുവനായിട്ടൊന്ന് കേൾക്കാൻ കേട്ടോ. റൂഹിജാൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. Shame on you. Shame on you, Bishop. It's really, really shame on you. Okay? Bishop, രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. രേണു ബിഷപ്പിന്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിഷപ്പ് forgive ചെയ്തത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ബിക്കോസ് യു ആർ എ ബിഷപ്പ്. യു ഹാവ് ടു ഡു ദാറ്റ്, റൈറ്റ്? ചെയ്തു. ബട്ട് വൈ ഡിഡ് യു ഗോ ബിഹൈൻഡ് കിച്ചു? കിച്ചുവിന്റെ പിറകെ എന്തിനാ പോകുന്നേ? കിച്ചുവിന്റെ പിറകെ ബിഷപ്പ് എന്തിനാ പോകുന്നേ? I want to get that answer. Why? Why are you doing that? You proved very clearly, you proved very well that you don't deserve to be bishop anymore. Okay? ഇനി ആ പൊസിഷനിൽ ഇരിക്കാനുള്ള റൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നില്ല ബിഷപ്പ്. I don't think you will sit more in that position again. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ കമന്റും അത് തന്നെയാണെന്നുള്ളതാണ്. ഒരു ബിഷപ്പിന് ഒരിക്കലും ഇങ്ങനെ പരദൂഷണം പറയാൻ കഴിയില്ല എന്നുള്ളതും മറ്റുള്ള ആളുകളുടെ വിഷമം കണ്ട് അവരുടെ കൂടെ നിൽക്കും എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. ബിഷപ്പ് കിച്ചുവിനെ വലിച്ചു കീറാൻ ഇട്ടുകൊടുത്ത വാക്കുകളാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. ഞാനിപ്പോഴും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ വളർന്നു വരുന്ന ഒരു പയ്യനാണ്. അവന് ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കാം. ആ തെറ്റുകൾ തിരുത്തേണ്ടത് അവന്റെ രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ ആരായിരുന്നു? അവർക്ക് അവന്റെ കാര്യങ്ങൾ നോക്കാൻ സമയമുണ്ടായിരുന്നോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ രേണു പറയുന്നുണ്ടല്ലോ 11 വയസ്സിന് ശേഷം ഞാനാണ് നോക്കിയത് എന്നുള്ളത്. 11 വയസ്സിന് ശേഷം കൊല്ലം സുധി മരിക്കുന്നത് വരെ കൊല്ലം സുധി തന്നെയാണ് നോക്കിയിട്ടുള്ളത്. കൊല്ലം സുധിയാണ് ആ വീടിന്റെ ഗൃഹനാഥൻ, പണിക്ക് പോയിരുന്നത്. ഇവിടെ രേണുവിന്റെ അച്ഛന് പോലും വയ്യാതെ കിടക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. അപ്പൊ ആരാണ് കുടുംബം നോക്കിയിരുന്നത്? കിച്ചു തന്നെ അത് പറഞ്ഞിട്ടുള്ള കാര്യം കൂടിയാണെന്നുള്ളതാണ്. അപ്പൊ കിച്ചുവിനെ ഇങ്ങനെ ക്രൂശിക്കുന്നതിന്റെ കൂട്ടത്തില് ഒരു ബിഷപ്പ് ഉണ്ടാവുക എന്നുള്ളത് വളരെ വലിയ വിഡ്ഢിത്തരാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇപ്പൊ ബിഷപ്പിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. രേണു തുടക്കം കുറിച്ചു, ബിഷപ്പ് അത് ആളി കത്തിച്ചു. അതിനിടയിൽ ഏതോ ഒരു അൻഷാദോ അങ്ങനെ ഒരുത്തനും കൂടി വന്നിരുന്നു എന്നുള്ളതാണ്. എന്തുവാ ആ പയ്യൻ അങ്ങനെ വലിച്ചു കീറുന്നു. അവനെന്താ ബിഗ് ബോസിലേക്ക് അവസരം കിട്ടി എന്നൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു. അതുപോലെ തന്നെ ചില ആളുകൾ കുറെ കാലം രേണുവിനെ ക്രൂശിച്ചിരുന്നു. അത് കഴിഞ്ഞ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനിടയിൽ കിച്ചുവിനെ ക്രൂശിക്കുന്നു. അത് കഴിഞ്ഞ് കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ ഡബിൾ ഡൂഡ് സിൻഡ്രങ്ങളായിട്ടുള്ള കുറെ റിയാക്ഷൻ വ്ളോഗേഴ്സിനെ ഞാൻ കാണുന്നുണ്ട്. അതായത് തമ്പനയിൽ ഇപ്പൊ ഞാനും വെക്കാറുണ്ട് മിസ്ലീഡിംഗ് ഒക്കെ. പക്ഷെ എന്റെ മിസ്ലീഡിംഗ് ഒന്നും അവരുടെ മിസ്ലീഡിങ്ങിന്റെ അടുത്ത് പോലും എത്തില്ല എന്നുള്ളതാണ്. നമ്മൾ ചെറിയ രീതിയിലാണ് ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെക്കും. പക്ഷെ അവർ വളരെ വലിയ രീതിയിലൊക്കെ കല്ലെറിഞ്ഞു വീടിന് നേരെ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇടക്കിടക്ക് കാണുന്നുണ്ട്. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. അതുകൂടാതെ തന്നെ ഒരു വീഡിയോന്റെ തുടക്കം മാത്രം നമ്മൾ സംസാരിച്ച് ബാക്കി മുഴുവൻ ഏതോ ഒരു രോഗിയുടെയോ ഏതൊരു ഡോക്ടറിന്റെയോ വീഡിയോ മാത്രം ഇട്ടിട്ട് റിയാക്ട് ചെയ്യുന്ന കുറെ ആളുകളെ കാണുന്നു. എനിക്കതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ പണം ഉണ്ടാക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോസ് എന്താണെന്ന് അറിയാൻ ക്യൂരിയോസിറ്റിയോട് കൂടി വരുന്ന ആളുകളുടെ സമയം അനാവശ്യമായി കളയുന്ന ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ആ ഡബിൾ സ്റ്റാൻഡ് ഒക്കെ എടുക്കുന്ന ആളുകൾ എന്നുള്ളത്. ഈ ഒരു മെന്റാലിറ്റി വെച്ചിട്ട് ബിഷപ്പ് പോസ്റ്റ് പറ്റില്ല. You are working like a normal person. You are talking like a normal human, normal person. Huh? What do you think? ഇങ്ങനൊക്കെ ചെയ്തുമ്പോൾ ഇങ്ങനൊക്കെ പറയുമ്പോൾ God will support you? Never. God will be there with you? Never. You're giving pain for the souls. Oh, in your belief there is no souls, right? I believe too. You know who I am? Very soon you'll come to know who I am.
Bishop, if you don't know about me, just go and check in these videos. Something you're waiting. Okay? Very clearly, I said in my last video, don't go behind kitchen. കിച്ചന്റെ പിറകെ പോവാൻ പാടില്ല. അതിനെ വെറുതെ വിട്ടേക്ക്. കിച്ചന്റെ പിറകെ പോയാൽ anyone, ആര് തന്നെയും ആ കുട്ടിയുടെ പിറകെ പോയാൽ പ്രൂവ് ചെയ്ത് കാണിച്ചു തരും വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഫോർ യു ആൾ. ഓക്കെ ഓക്കെ, ഒരുപാട് അമ്മമാരുടെ കണ്ണുനീര്, സ്നേഹം, ഒരുപാട് ആളുകളുടെ സ്നേഹവും കണ്ണുനീരും അത് കിച്ചുവിന്റെ പിന്നിൽ സപ്പോർട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനകൾ കിച്ചുവിനുണ്ട് എന്നുള്ളതാണ്. കിച്ചു അനുഭവിച്ച ആ വിഷയങ്ങൾ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. രേണുവിന്റെ പഴയ ഇന്റർവ്യൂകൾ നോക്കിയാൽ തന്നെ അത് മനസ്സിലാവുന്നതാണ്. പിന്നെ രേണു എന്താണ്, ആരാണ് എന്ന് വ്യക്തമായിട്ട് ഈ ബിഷപ്പിനും അറിയാം. ബിഷപ്പ് തന്നെ വലിച്ചു കീറിയിട്ട് അത് പുറത്തിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ചെയ്ത വീഡിയോയിനേക്കാളൊക്കെ എത്രയോ ഇരട്ടി മുകളിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. കാരണം അദ്ദേഹത്തിനെ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒരു സീരിയലൊക്കെ കാണുന്നത് പോലെ ആയിരുന്നു ബിഷപ്പിന്റെ ഒക്കെ ഓരോ ഇന്റർവ്യൂ കാണുമ്പോൾ എന്നുള്ളതാണ്. അദ്ദേഹം ബിഷപ്പിന് ചേരുന്ന രീതിയിലല്ല സംസാരിച്ചിരുന്നത്, അല്ലെ? അദ്ദേഹം ഓരോ കാര്യങ്ങളും വലിച്ചു കീറി ഇങ്ങനെ എന്താ പറയാ, അത്രക്ക് വെടുപ്പായിട്ട് രേണുവിന്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ആ മനുഷ്യൻ തന്നെ പറയാണ്, കിച്ചുവിനെ ഭീഷണിപ്പെടുത്തുകയാണ്, ഈ നാട്ടിലേക്ക് വരരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ കുറച്ച് ഓവറാണ്. എന്തായാലും കിച്ചുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ എന്തായാലും ഈ വിഷയത്തിൽ ബിഷപ്പിനെ ഇനി സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. അതാണ്, കിച്ചുവിനെ തൊട്ട് കളിച്ച ആളുകൾക്കൊക്കെ നല്ല പണി തന്നെ കിട്ടിയിട്ടുള്ളത്. രേണുവിന് നല്ല പണി കിട്ടി. ഇപ്പൊ ബിഷപ്പിനും ഇതാ ഒരുപാട് ഹേറ്റേഴ്സ് ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കണം ഇനിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കല്. രേണുവിന് ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി വൺ ചാൻസ് ഫ്രം ഗാഡ്. ആ ചാൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. യു ഹാവ് ടു സ്പീക്ക് എവറിഥിങ് വാട്ട് യു നോ, വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദുബായ്, വാട്ട് യു നോ അബൌട്ട് എല്ലാ കാര്യങ്ങളും രേണുവിന് അറിയുന്നത് പറയണം. ഇതുവരെ പറയാൻ തോന്നിയിട്ടില്ലല്ലോ. കരിഷ്മയാണോ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്? യാ, വൺ ടൈം ഷീ സെഡ് മീ, കരിഷ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, സാത്താൻ സേവ സംതിങ് ഷീ ഡസ്, ഡു എവറിത്തിങ് കരിഷ്മ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ചെയ്യും. യു വിൽ സി. കരിഷ്മയോടും രേണുവിനോടുമാണ് ഞാൻ ഈ പറയുന്നത്. അറിയുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് പറഞ്ഞു. അല്ലെങ്കിൽ ഉണ്ടല്ലോ, വെറുതെ പറയുന്നതല്ല, കുറെ കൊണ്ടുപോകില്ല ഇങ്ങനെ. Got it? Bishop, you are the one who disturbed me now. I was working and the workplace എനിക്ക് ഡിസ്റ്റർബൻസ് തന്നത് ബിഷപ്പാണ്. ഈ ഡിസ്റ്റർബൻസ് എനിക്ക് തന്നതിന് ബിഷപ്പ്, യു ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ ലീവ് യു ഫ്രീ. ഇനി ആ പൊസിഷനിൽ ഇരുന്നിട്ട് എത്ര നാൾ പോകും നമുക്ക് കാണാം. യു സീ ദാറ്റ് ആ പൊസിഷനിൽ ഇരിക്കുന്ന ക്വാളിറ്റി, അതിന്റെ ക്വാളിറ്റി അതെന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത്. വൈ യു ടോക്കിംഗ് ലൈക്ക് എ ഹ്യൂമൻ, നോർമൽ ഹ്യൂമൻ ബീയിങ്? അതെ, ഒരു സാധാരണക്കാരനെ പോലെയാണ് ആള് പെരുമാറുന്നത്. അദ്ദേഹം വൈദികനാണ്, വീണ് കിടക്കുന്നവനെ സഹായിക്കേണ്ടവനാണ്. പക്ഷെ ഒരാളെ വീഴ്ത്തിയിട്ട് സഹായിക്കാൻ പോകുന്ന ഒരു അവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ്. രേണുവിനെ ക്രൂശിക്കുന്നതിൽ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ആ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള സ്ഥലം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രേണു അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾക്ക് അവിടെ വരാൻ താല്പര്യമില്ലായ്മയെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനിപ്പോ എല്ലാം കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇവിടെ റുഹിജാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രേണുവിന് എന്തായാലും ആത്മാക്കളിലും ദൈവത്തിലൊക്കെ നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ സുധിയുടെ ആത്മാവിന്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ എന്റെ അടുത്തില്ല എന്നൊക്കെ അവരാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്കുള്ള ഒരു മറുപടി, അവർക്കിത് കണക്ട് ആവുന്നത് തന്നെയാണ് റുഹിജാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലിപ്പോ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷെ രേണു അങ്ങനെ വാക്കുകൾ പറഞ്ഞത് നുണയാണോ ശരിയാണോ എന്ന് അവർ തീരുമാനിക്കട്ടെ. ഈ വീഡിയോസ് ഒക്കെ അവർ കാണുന്നുണ്ട്, എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. ഡോക്ടർ പറയുന്നത് എന്താ വെച്ചാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ അവർ നിരന്തരം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നറിയും. അവർക്കെതിരെ വരുന്ന കമന്റുകൾ അത് എടുത്ത് ഇങ്ങനെ ഒട്ടിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. കൂടുതൽ ആളുകളിലേക്ക് എത്തണം. ഒരു ക്യാൻസർ പേഷ്യന്റിനെ അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, എന്നിട്ട് അവരുടെ പ്രൊഫൈൽ അടക്കം വെച്ചിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു അവസ്ഥ എങ്ങനെ മുതലെടുക്കണമെന്ന് രേണുവിന് വ്യക്തമായിട്ട് അറിയാം. അത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. കൂട്ടത്തിൽ കിച്ചുവിന് വലിച്ചു കീറുന്നതും എന്തിനാണെന്നൊരു പിടിയില്ല കേട്ടോ. നിങ്ങൾക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ സ്നേഹത്തോടു കൂടിയാണ് പെരുമാറേണ്ടത്. അല്ലാതെ മാതിരി ഊളത്തരല്ല. നിങ്ങൾ ഇഷ്ടപ്പെടാതെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അവരുടെ ഒക്കെ കമന്റ് നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വെക്കോ? ഒരു വിഡ്ഢിത്തരല്ലേ അത്? വളരെ മോശം. You don't deserve that anymore. Beginning when you was talking towards Renu, ആ ടൈം എനിക്ക് മനസ്സിലായതാണ്, this bishop is not holy. You are not holy. എന്താ വിചാരിച്ചത്? എല്ലാവരും ഫാദറും ബിഷപ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെവനിൽ എത്തുന്നു, ഗോഡിനെ കാണാൻ പറ്റുന്നു, ഗോഡിന്റെ പ്രസൻസ് കിട്ടുന്നു.
ഇതൊക്കെയാണ് വിചാരിക്കുന്നത് എല്ലാവരും ഹോളി ആണെന്നോ? നോ വേ മാൻ, നോ. ആൻഡ് യു ആർ നോട്ട്, എസ്പെഷ്യലി യു ബിഷപ്പ്, യു ആർ നോട്ട് ഹോളി. ഓക്കെ, ഇനി ഇവിടുന്ന് ഞാൻ ഈ പറഞ്ഞ ഈ സെക്കൻഡ് ഫ്രം ഹിയർ ടു നെക്സ്റ്റ്, യു സീ ഹൗ യു ആർ മൂവിങ് ഫോർവേഡ് യുവർ ലൈഫ്. വെരി സൂൺ ആ ബിഷപ്പിന്റെ പൊസിഷൻ എടുത്തു മാറ്റും. ഓക്കെ, ബി റെഡി ഫോർ ദാറ്റ്. ബിഷപ്പ് ആ കുട്ടിയുടെ ക്വാളിറ്റി വിളിച്ച് പറയുന്നത് കേട്ടു ഞാൻ. ബിഷപ്പിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് എല്ലാവരും ഒന്ന് അറിയിക്കണ്ട. രേണു, ഫൈനൽ ചാൻസ് രേണുവിന് ഒരാളുടെ പിറകെ പോവാൻ നിൽക്കരുത് രേണു. അതായത് ബിഷപ്പിന് മറ്റൊരു മുഖമുണ്ടെന്നാണോ റോഹിജാൻ പറയുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം ഈ ഒരു പൊസിഷൻ അർഹനല്ല എന്നാണ് പറയുന്നത്? ഈ പൊസിഷൻ അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇഷ്ടം പോലെ വന്ന് കിടക്കുന്നുണ്ട്. ഒരു പരദൂഷണം പറയുന്ന രീതിയിലേക്ക് ഇപ്പൊ നമ്മളെയൊക്കെ ആളുകൾ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂജൻ പരദൂഷണം എന്നുള്ളതാണ്. ഓക്കെ, എന്താ വെച്ചാൽ വിളിച്ചോട്ടെ, നമ്മളൊരു വൈദികനൊന്നുമല്ല അല്ലെ. പക്ഷെ വൈദികനായ ഒരു മനുഷ്യൻ 21 വയസ്സുള്ള ഒരു പയ്യൻ അല്ലെങ്കിൽ 22 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ ഇങ്ങനെയായിരുന്നു, അവൻ അങ്ങനെയായിരുന്നു, അവനെ കുറിച്ച് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാം, അവൻ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടെന്ന് അറിയാം എന്ന രീതിയിലൊക്കെ സംസാരിക്കും. ഒരിക്കലും ചെയ്യില്ല എന്നുള്ളതാണ്. തെറ്റിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെയൊക്കെ കടമ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത് എന്നുള്ളതാണ്. പണ്ട് മുതലേ അത്യാവശ്യം നല്ല റീച്ചും ഉണ്ട്, അത്യാവശ്യം നല്ല നെഗറ്റീവ് ഉണ്ട്, നല്ല പോസിറ്റീവ് ഉണ്ട് ഈ അച്ഛന് അല്ലെ. ഇപ്പൊ ഏതാ നെഗറ്റീവിന്റെ അളവ് കുറച്ച് കൂടി പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊള്ളാം. രേണുവിന്റെ മകന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഋതപ്പന്റെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ലിവ് വിത്ത് യുവർ സൺ, രേണു, ചേഞ്ച് യുവർ സെൽഫ്. യു ഹാവ് ടു ചേഞ്ച് യുവർ സെൽഫ്. പറയാനുള്ളതെല്ലാം പറ. കരിഷ്മയാണ് വായ പൂട്ടിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും തീർക്കും. കേട്ടല്ലോ? നോട്ട് ഓൺലി യു രേണു കാണും ബിഷപ്പിന് എന്ത് സംഭവിക്കുന്നു, കരിഷ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു, എല്ലാം ഞാൻ രേണുവിനെ കാണിച്ചു തരാം. ഓക്കെ രേണു? എന്നിട്ട് രേണു വാ തുറക്ക്. ഐ വിൽ ഗിവ് യു ടൈം ടിൽ ദെൻ. രേണു, ബിഷപ്പ് ഇസ് എ ബിഷപ്പ്. ആരെന്ത് പറഞ്ഞാലും ബിഷപ്പിനൊന്നും ആവില്ല. രേണു, then Karishma is doing something. Seva, I don't know what is that. എല്ലാവരും പ്രേയർ ചെയ്യും. ഞാൻ ഈ മെസ്സേജസ് പറയുന്നുണ്ടെങ്കിൽ അത് എവിടുന്നാ വരുന്നതെന്ന് വെരി സൂൺ രേണു ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ രേണു? ഓക്കെ, ഇവർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോയി ആക്രമിക്കുമെന്നോ അല്ലെങ്കിൽ വകവരുത്തും എന്നുള്ള കാര്യമൊന്നുമല്ലേ കേട്ടോ. ഇവരുടെ വീഡിയോസ് മുഴുവൻ കാണുന്ന ആളുകൾ വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അവർക്ക് കിട്ടുന്നുണ്ട് എന്നും അതിനനുസരിച്ചാണ് അവർ സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇപ്പൊ ബിഷപ്പ് കിച്ചുവിനെതിരെയാണ് തിരിഞ്ഞിട്ടുള്ളത്. അപ്പൊ ബിഷപ്പിന് അതിൻ്റെതായ കുറച്ച് വിഷമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ പോസിറ്റീവ് എനർജിയോ ആ രീതിയിലാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ കരീഷ്മ എന്ന് പറയുന്ന വ്യക്തി എന്തോ ചാത്തൻ സേവയോ അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോ അവർക്ക് കിട്ടാൻ പോകുന്ന കഥ ഇതൊക്കെ രേണു കണ്ടറിയണം. രേണു അറിയുന്ന കാര്യങ്ങൾ പറയണം എന്നുള്ളത്. ചിലപ്പോൾ രേണുവിന് വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന കാര്യങ്ങളെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അവരെ കൊണ്ടുപോയത് ഇന്ന ആളുകളാണ്, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ ഈ രീതിയിൽ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ആളുകൾ എന്നെ ഇതേ രീതിയിൽ സമീപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൂടെ. അവരെന്തായാലും ദൈവമാർഗം സ്വീകരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയല്ലേ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ, എന്ത് തെറ്റാനുള്ളത്? അവർ പറയുന്നത് തന്നെ ഞാൻ ഇനി അങ്ങോട്ട് സുവിശേഷവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുള്ളതാണ്. അപ്പൊ നന്മയുടെ പാത പിന്തുടരാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പോലും തകിടം മറിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഈ സ്മഗ്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുന്നവർക്ക് രസമായിട്ടുള്ള സാധനമാണ്. മോഹൻലാലിന്റെ ഒക്കെ ചില സഗർ എലിയസ് ജാക്കി സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു അങ്ങനെ ഒരു സംഭവമായിട്ട് മാത്രമേ കാണുന്നത്. അങ്ങനെയല്ല. നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ കള്ളക്കടത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം വേണം. രേണു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമല്ല. രേണു അതിൽ പോയി പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ രേണുവിന് കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നാണ് റോഹിജാൻ പറയുന്നത്. അതൊന്ന് തുറന്ന് പറയൂ. ഇനി ടൈം കൂടുതലില്ല രേണു. I'm seriously telling, if you want to come back to your life, the son, only and only one son, Ridappan, open yourself. Time കൂടുതൽ തരില്ല രേണു. അല്ല, ഇതുപോലെ ഓരോ ആൾക്കാരെ ഇറക്കാനാണ്. If you're thinking, if you're planning, you and your family, we'll show you very soon. Don't make me to do that. Okay, Renu? Final warning for Renu and Bishop. ഓക്കെ, എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം എന്നുള്ളതാണ്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കുക. അതൊക്കെ നിങ്ങളുടെ താല്പര്യങ്ങളാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചു എന്ന് പറയുന്ന പയ്യനെ
സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ഒരു കാരണവശാലും അവനെ ചവിട്ടി താഴ്ത്താൻ ഇട്ട് കൊടുക്കരുത്. എന്തിനാണ് ഒരു പയ്യന്റെ ലൈഫ് തട്ടിക്കളിക്കുന്നത്? ഇവിടെ രേണു ചെയ്ത കൂതറത്തരങ്ങൾ, പ്രഹസനങ്ങൾ കാരണമാണ് അവർക്ക് ഇത്ര നെഗറ്റീവ് ഉള്ളത്. അല്ലാതെ നമുക്ക് അവരോട് എന്തിനാണ് ഇത്ര വൈരാഗ്യം? നമുക്ക് വൈരാഗ്യ ബുദ്ധിയൊന്നുമില്ല. അവര് കാണിച്ചു കൂട്ടിയ കുറെ കോപ്രായത്തരങ്ങൾ അത് ആ പയ്യനും ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഫോൺ തുറക്കാൻ വയ്യെന്ന് ബിഷപ്പ് അടക്കം പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം വെറുപ്പിക്കൽ കണ്ടന്റ് വന്നുകൊണ്ടിരിക്കുന്നുള്ളത്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നെങ്കിലും വെക്കായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് അവർ സബ്സ്ക്രിപ്ഷൻ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകൾ, നമ്മുടെ മാതാവോ അല്ലെങ്കിൽ പെങ്ങളോ ഒക്കെ ഈ രീതിയിലൊക്കെ വീഡിയോസ് ഒക്കെ കാണിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും? അതേ വിഷമം തന്നെയാണ് ആ ചെക്കനുണ്ടായിട്ടുള്ളത്. എന്റെ മകനെ പോലെ ഞാൻ കണ്ടതെന്ന് പറയുമ്പോൾ, എന്റെ മകൻ തന്നെയാണെന്ന് പറയുമ്പോൾ ആ മകൻ പറയുന്ന വാക്കാണ് ഇതൊന്ന് അവസാനിപ്പിക്കുക എന്നുള്ളത്. വൃത്തികേടാണെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ വൃത്തികേട് അവസാനിപ്പിക്കാൻ പറഞ്ഞപ്പോഴത്തേനും അതും തട്ടിക്കളിച്ച് പോയി മണിയാക്കട എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിന്റെ പിന്നാലെ പോയി എന്നുള്ളതാണ്. അപ്പൊ ആ ഭാഗത്തൊക്കെ തെറ്റുപറ്റിയുള്ളത് രേണുവിന്റെ ഭാഗത്ത് തന്നെയാണ്. വേറെ എവിടെ തെറ്റുപറ്റിയിട്ടുള്ളത്? എന്നിട്ട് ഇപ്പൊ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഓരോ നുണകളും അതും ഇതൊക്കെ വലിച്ചു കീറിട്ട് കൊടുക്കുന്നത്. ഇനി ആളുകളുടെ മുന്നിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, രേണുവിനെ എന്താ അവൻ ചെയ്തത്? ഒരുപാട് ആളുകൾ കയറി പിടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. എഴുതാപ്പുറം വായിക്കാൻ അങ്ങ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ പയ്യനെ വലിച്ചു കീറാൻ ഇട്ട് കൊടുക്കരുത്. എന്തിനാണ് ഇതൊക്കെ? സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് കൊണ്ടല്ലേ ആളുകൾ ചർച്ച ചെയ്യുന്നത്. രേണു സ്വന്തം ചാനലിൽ ആരും ചോദിക്കാതെ തന്നെ പറയുന്ന വാക്കുകളാണ്. അവൻ എന്നെ കാണാൻ വന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ അതൊന്ന് അവസാനിപ്പിക്ക്. ബിഷപ്പിനോ എന്താ പറ്റിയെന്നൊരു പിടുത്തില്ല. എന്തായാലും അദ്ദേഹവും അവസരവാദിയാണ്. അവസരത്തിനനുസരിച്ച് മാറുന്നതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് എന്നതാണ്. ഓക്കെ, ഞാനിപ്പോ സമയം എത്ര 3:10 പുലർച്ചെ 3:10. പോർച്ചുഗലിന്റെ കളി കണ്ടു വന്നാണ്. പോർച്ചുഗൽ തോറ്റുട്ടോ. വല്ലാത്ത അവസ്ഥയാണ്. ക്ലബിൽ പോയി ഇരിഞ്ഞ ബഹളമായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞ് വന്ന സമയത്താണ് ജസ്റ്റ് നോക്കുമ്പോഴാണ് റോഹിജാന്റെ വീഡിയോ കാണുന്നത്. അത് റിയാക്ട് ചെയ്തു. പരമാവധി ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ശ്രമിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പാൾ സൈനിങ് ഓഫ്.